എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നു. വിശദമായ വാർത്തയിലേക്ക് അടക്കം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ അടക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. വിജ്ഞാപനം താഴെ കൊടുത്തിരിക്കുന്ന പരീക്ഷകളുടെ ഫലങ്ങൾ 16/10/2025 തീയതികളിൽ പ്രസിദ്ധീകരിക്കുന്നു. യൂണിവേഴ്സിറ്റി അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു. ഔദ്യോഗിക വെബ്സൈറ്റായ www.uoc.ac.in ലഭ്യമാണ്. നമുക്ക് ഏതൊക്കെ പരീക്ഷകളുടെ റിസൾട്ടാണ് നോക്കാം. 1-3 സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് CBCSS 2020 പ്രവേശനം ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി സെപ്റ്റംബർ 2024 പരീക്ഷ. 3-ാം സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് CBCSS 2020 പ്രവേശനം ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി സെപ്റ്റംബർ 2024 പരീക്ഷ. 1-3 സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് വിദൂര വിദ്യാഭ്യാസ വിഭാഗം 2019 പ്രവേശനം ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി സെപ്റ്റംബർ 2023 പരീക്ഷകളുടെ ഫലം യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഓൺലൈൻ അപേക്ഷ നിശ്ചിത ഫീസ് അടച്ച് ഒക്ടോബർ മാസം 27-നോ അതിനു മുമ്പോ സമർപ്പിക്കേണ്ടതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമസ്റ്റർ MBA CUCSS ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം 2016 സ്കീം 2019 അഡ്മിഷൻസ് ഉള്ളി 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ സെപ്റ്റംബർ 2024 പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആകുന്നത് ഒക്ടോബർ മാസം 17 മുതൽ അവൈലബിൾ ആകും. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ മാസം 17-ാം തീയതി വരെയാണ്. ഒക്ടോബർ മാസം 17-ാം തീയതി മുതൽ നവംബർ 17 വരെ രജിസ്റ്റർ ചെയ്യാം. 585 രൂപയാണ് ഫീ. എക്സാം ഫീ 3200, 5 പേപ്പേഴ്സ് ഈച്ച് 1169, പേപ്പർ സബ്ജക്റ്റ് മാക്സിമം ലിമിറ്റഡ് 17370 ആണ്. ഡേറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. പരീക്ഷ ഡേറ്റ് പിന്നീട് അറിയിക്കും. സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ പരീക്ഷാ കേന്ദ്രം ടാഗോർ നികേതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഫസ്റ്റ് സെമസ്റ്റർ MSc അപ്ലൈഡ് സൈക്കോളജി PG CBCSS റെഗുലർ 2025 അഡ്മിഷൻസ് എക്സാമിനേഷൻ നവംബർ 2025 ഫോർ ദ കാൻഡിഡേറ്റ്സ് ഓഫ് അഫിലിയേറ്റഡ് കോളേജസ്. പരീക്ഷാ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആകുന്നത് ഒക്ടോബർ മാസം 17 മുതലാണ്. ഒക്ടോബർ മാസം 23 വരെ ഫൈൻ ഇല്ലാതെയും 200 രൂപ ഫൈനോട് കൂടി ഒക്ടോബർ മാസം 27 വരെ അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ പരീക്ഷ തുടങ്ങുന്ന തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഏപ്രിൽ 2025 നടത്തിയ 4ാം സെമസ്റ്റർ MEd റെഗുലർ 2023 അഡ്മിഷൻ പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയ ഫലം യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.uoc.ac.in എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് ലഭ്യമാണ്. ഉത്തരക്കടലാസുകൾ തിരിച്ചറിയുന്നതിനായി അപേക്ഷകർ ഫലം പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം EPR പുനർമൂല്യനിർണ്ണയ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷകർ അസൽ ഗ്രേഡ് കാർഡ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നെടുത്ത് പുനർമൂല്യനിർണ്ണയ ഫലത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്നിവ 6 മാസത്തിനകം EPR വിഭാഗത്തിൽ ഹാജരാക്കി മാർക്ക്, ഗ്രേഡ് കാർഡ് എന്നിവയിൽ മാറ്റം വരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്നുള്ള ഓരോ വിഷയത്തിനും നിശ്ചിത പിഴ ഈടാക്കുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഫോർത്ത് സെമസ്റ്റർ MA എക്കണോമിക്സ് ഡിസ്റ്റൻസ് 04/25 പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനാ ഫലം പ്രസിദ്ധീകരിക്കുന്നു. സൂക്ഷ്മ പരിശോധനാ ഫലം result.uoc.ac.in എന്ന ലിങ്ക് ലഭ്യമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ചുവടെ നൽകിയിരിക്കുന്ന പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയ ഫലം യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.uoc.ac.in ലഭ്യമാണ്. ഫോർത്ത് സെമസ്റ്റർ MA മാത്തമാറ്റിക്സ് CBCSS PG HD ഏപ്രിൽ 2025 എക്സാമിനേഷൻ പുനർമൂല്യനിർണ്ണയ ഫലത്തിൽ ഗ്രേഡ് മാർക്കിൽ മാറ്റമുള്ള വിദ്യാർത്ഥികൾ അനുവദിക്കപ്പെട്ട കൈപ്പറ്റിയ ഗ്രേഡ് കാർഡ് മാർക്ക് ലിസ്റ്റ് പുതുക്കി വാങ്ങുന്നതിനുള്ള PG ടാബുലേഷൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫലം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 6 മാസത്തിനകം പുതുക്കി വാങ്ങാത്തവരിൽ നിന്നും ചട്ടപ്രകാരമുള്ള
പിഴ ഈടാക്കുന്നതാണ്. ഉത്തരക്കടലാസ് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ പുനർമൂല്യനിർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം RVV സെക്ഷനിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കാത്ത പുനർമൂല്യനിർണ്ണയ ഫലം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ള പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയ ഫലം യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. www.uoc.ac.in result.uoc.ac.in എന്ന ലിങ്ക് ലഭ്യമാണ്. 4th സെമസ്റ്റർ MA എക്കണോമിക്സ് ഡിസ്റ്റൻസ് 0/04/2025, 4th സെമസ്റ്റർ MA ഫിലോസഫി ഡിസ്റ്റൻസ് 04/2025, 4th സെമസ്റ്റർ MA സോഷ്യോളജി ഡിസ്റ്റൻസ് 04/25. പുനർമൂല്യനിർണ്ണയ ഫലത്തിൽ ഗ്രേഡിൽ മാർക്കിൽ മാറ്റമുള്ള വിദ്യാർത്ഥികൾ അനുവദിക്കപ്പെട്ട കൈപ്പറ്റിയ ഗ്രേഡ് കാർഡ് മാർക്ക് ലിസ്റ്റ് പുതുക്കി വാങ്ങുന്നതിനായി PG ടാബുലേഷൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. 6 മാസത്തിനകം പുതുക്കി വാങ്ങാത്തവരിൽ നിന്നും ചട്ടം പ്രകാരമുള്ള പിഴ ഈടാക്കുന്നതാണ്. ഉത്തരക്കടലാസ് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ പുനർമൂല്യനിർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം RVV സെക്ഷനിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കാത്ത ഫലങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഏപ്രിൽ 2025 നടത്തിയ 4ാം സെമസ്റ്റർ MAT റെഗുലർ 2023 അഡ്മിഷൻ പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയ ഫലം യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസ് തിരിച്ചറിയുന്നതിനായി അപേക്ഷകൾ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം EPR വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. 6 മാസത്തിനകം EPR വിഭാഗവുമായി ബന്ധപ്പെടാത്ത വിദ്യാർത്ഥികളിൽ നിന്ന് നിശ്ചിത പിഴ ഈടാക്കുന്നതായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ടുകളുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് ഡിസ്റ്റൻസ് HDE CBCSS വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 9/2023-2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. 3rd സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് CBCSS വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 9/2024-2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. 3rd സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് CBCSS വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 9/2024-2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. ഫസ്റ്റ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് CBCSS വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 9/2024-2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. സെക്കൻഡ് സെമസ്റ്റർ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് CCSS എക്സാമിനേഷൻ 4/2025-2023 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 4th സെമസ്റ്റർ MAd എക്സാമിനേഷൻ 7/2025-2023 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 4th സെമസ്റ്റർ MA സോഷ്യോളജി CBCSS PG HDE എക്സാമിനേഷൻ ഏപ്രിൽ 2025 പരീക്ഷ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 4th സെമസ്റ്റർ MA ഫിലോസഫി CBCSS PG HDE എക്സാമിനേഷൻ ഏപ്രിൽ 2025 പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 4th സെമസ്റ്റർ MA എക്കണോമിക്സ് CBCSS PG HDE എക്സാമിനേഷൻ ഏപ്രിൽ 2025 പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടണി റിസൾട്ട് ഓഫ് 4th സെമസ്റ്റർ MA എക്കണോമിക്സ് CBCSS PG HDE എക്സാമിനേഷൻ ഏപ്രിൽ 2025 പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 4th സെമസ്റ്റർ MA മാത്തമാറ്റിക്സ് CBCSS PG HDE ഏപ്രിൽ 2025 പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. 3rd സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് ഡിസ്റ്റൻസ് HDE CBCSS വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 9/2023-2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.